ടൈപ്സ് ഓഫ് പ്രസിപ്പിറ്റേഷൻ. പ്രസിപ്പിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ അന്തരീക്ഷത്തിൽ നിന്നുള്ള ജലം തിരികെ ഭൂമിയിലോട്ട് എത്തുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ പ്രസിപ്പിറ്റേഷൻ എന്ന് വിളിക്കുന്നത്. ഇത് ചിലപ്പോൾ ലിക്വിഡ് ഫോമിലോ അല്ലെങ്കിൽ മഞ്ഞിൻ്റെയൊക്കെ രൂപത്തിലോ ഒക്കെ പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവാറുണ്ട്. നമുക്കിവിടെ കൂടുതലും ഉണ്ടാകുന്നത് ലിക്വിഡായിട്ടുള്ള പ്രസിപ്പിറ്റേഷനാണ്. അതായത് മഴയാണ് നമുക്ക് കൂടുതലും പ്രസിപ്പിറ്റേഷൻ രൂപത്തിൽ ഇവിടെ ഉണ്ടാകുന്നത്. പ്രസിപ്പിറ്റേഷൻ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ചൂട് കൂടിയ വായു മുകളിലോട്ട് ഉയരുകയും മുകളിലോട്ട് ഉയരും തോറും അത് തണുത്ത് പിന്നെ അവിടെ നിന്ന് ജലം താഴോട്ട് വീഴുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയെല്ലാം മുകളിലോട്ട് ഉയരുന്നു അതിനടിസ്ഥാനത്തിൽ പ്രസിപ്പിറ്റേഷനെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് സൈക്ലോണിക് പ്രസിപ്പിറ്റേഷൻ. സൈക്ലോണിക് പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രഷറിൻ്റെ വ്യത്യാസം, അതായത് മർദ്ദത്തിൻ്റെ വ്യത്യാസം മൂലം വായു മുകളിലോട്ട് ഉയരുന്നതിനെയാണ് നമ്മൾ സൈക്ലോണിക് പ്രസിപ്പിറ്റേഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ പ്രഷർ വളരെ കുറവായിട്ടുള്ള ഒരു ഏരിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഏരിയയിലോട്ട്, അതായത് അതിനെ ന്യൂനമർദ്ദ മേഖലയെന്ന് പറയും, ഈ ന്യൂനമർദ്ദ സ്ഥലങ്ങളിലോട്ട് ചുറ്റുപാടു നിന്ന് വായു പ്രവഹിക്കാൻ തുടങ്ങും അങ്ങോട്ട്, ഈ പ്രഷർ കുറഞ്ഞ സ്ഥലത്തോട്ട്. അപ്പോൾ ഈ പ്രഷർ കുറഞ്ഞ സ്ഥലത്തെ വായു മുകളിലോട്ട് ഉയരാൻ തുടങ്ങും. ഇതാണ് സൈക്ലോണിക് പ്രസിപ്പിറ്റേഷനിൽ നടക്കുന്നത്. സൈക്ലോണിക് പ്രസിപ്പിറ്റേഷനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന് ഫ്രണ്ടൽ പ്രസിപ്പിറ്റേഷൻ എന്നും രണ്ടാമത്തത് നോൺ ഫ്രണ്ടൽ പ്രസിപ്പിറ്റേഷൻ എന്നും. ഫ്രണ്ടൽ പ്രസിപ്പിറ്റേഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തരം സ്വഭാവമുള്ള അടുത്തടുത്തുള്ള രണ്ട് എയർ മാസുകൾ എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഇവയ്ക്ക് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി എല്ലാം വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ഒന്ന് തണുത്ത എയറും രണ്ടാമത്തത് ചൂട് കൂടിയ എയറുമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവ തമ്മിലുള്ള ആ ബോർഡർ റീജിയണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രണ്ട്. ഇവിടെ സംഭവിക്കുന്നത് കോൾഡ് എയർ മാസും ഹോട്ട് എയർ മാസും തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ കോൾഡ് എയർ മാസിന് ഡെൻസിറ്റി വളരെ കൂടുതലാണ്, ഇത് താഴോട്ട് തന്നെ നിലനിൽക്കും. ഇത് ഹോട്ട് എയർ മാസ് ഇതിൽ തട്ടി ഈ രീതിയിൽ ഒരു വെഡ്ജിൻ്റെ ഷേപ്പിൽ മുകളിലോട്ട് ഉയരും. ഈ മുകളിലോട്ട് ഉയർന്ന ഹോട്ട് എയർ മാസ് അവിടെ നിന്ന് തണുത്ത് മഴയായിട്ട് താഴോട്ട് പെയ്യും. ഇതാണ് ഫ്രണ്ടൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. ചൂട് കൂടിയ വായുവിന് നീരാവിയുടെ രൂപത്തിൽ ജലത്തിനെ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്. പക്ഷേ ഇത് മുകളിലോട്ട് പോകും തോറും തണുക്കുകയും പിന്നെ അവിടെ നിന്ന് മഴയായിട്ട് പെയ്യുകയും ചെയ്യും. തണുക്കുമ്പോൾ ഈ ചൂട് എയറിന് ആ നീരാവിയെ പിടിച്ചു നിർത്താൻ കഴിയാതെ മഴയായിട്ട് പെയ്യേണ്ടി വരുന്നു. ഇപ്പോൾ ഈ ടൈപ്പിലുള്ള പ്രസിപ്പിറ്റേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രണ്ടൽ പ്രസിപ്പിറ്റേഷൻ. നോൺ ഫ്രണ്ടൽ പ്രസിപ്പിറ്റേഷൻ നോക്കിയാൽ ഇവിടെ വാം എയർ എന്ന് പറയുന്നത് സ്റ്റേഷനറി ആയിരിക്കും, അനങ്ങാതെ നിൽക്കുകയായിരിക്കും. ഇതിലേട്ട് കോൾഡ് എയർ വന്ന് മീറ്റ് ചെയ്യുന്നു. അപ്പോൾ വാം എയറിന് തനിയെ തന്നെ ഒരു ലിഫ്റ്റിംഗ് ഉണ്ടാകും. ഈ ലിഫ്റ്റിംഗ് വഴി വാം എയർ കൂളായി പ്രസിപ്പിറ്റേഷൻ നടക്കുന്നതിനെയാണ് നമ്മൾ നോൺ ഫ്രണ്ടൽ പ്രസിപ്പിറ്റേഷൻ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ ടൈപ്പ് പ്രസിപ്പിറ്റേഷനാണ് കൺവെക്റ്റീവ് പ്രസിപ്പിറ്റേഷൻ. ഈ കൺവെക്റ്റീവ് ടൈപ്പ് പ്രസിപ്പിറ്റേഷൻ നടക്കുന്നതെന്ന് വെച്ചാൽ ട്രോപ്പിക്സിലാണ്, അതായത് ഭൂമധ്യ രേഖയോട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ കൺവെക്റ്റീവ് പ്രസിപ്പിറ്റേഷൻ നടക്കുന്നത്. ഇത് കൂടുതലും ചൂട് കൂടിയ ദിവസങ്ങളിലായിരിക്കും ഇത് നടക്കുന്നത്, ചൂട് കൂടിയ സമയത്തായിരിക്കും നടക്കുന്നത്. ഈ ചൂട് കൂടിയ സമയത്ത് നമ്മുടെ ഭൂമിയുടെ അൺഈക്വലായിട്ട് ഹീറ്റ് ചെയ്യും, പല സ്ഥലങ്ങളും അൺഈക്വലായിട്ട് ഹീറ്റിംഗ് സംഭവിക്കുകയും ചൂട് കൂടിയ എയർ മുകളിലോട്ട് ലിഫ്റ്റ് ആവുകയും ചെയ്യും. ആ സ്ഥലത്തോട്ട് കോൾഡ് എയർ വന്ന് മീറ്റ് ആവും. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ലിഫ്റ്റിങ് ഉണ്ടാവുകയും അവിടെ പെട്ടെന്ന് തന്നെ ഒരു ഇൻറ്റൻസിറ്റി കൂടിയ വളരെ ശക്തമായൊരു മഴ വളരെ ചെറിയ സമയത്തേക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് കൺവെക്റ്റീവ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പ് പ്രസിപ്പിറ്റേഷനാണ് ഓറോഗ്രാഫി പ്രസിപ്പിറ്റേഷൻ. ഈ ഓറോഗ്രാഫി പ്രസിപ്പിറ്റേഷൻ നടക്കുന്നത് നമ്മുടെ നാച്ചുറൽ ബാരിയേഴ്സ്, അതായത് മലകൾ പോലുള്ള മൗണ്ടൻസും മറ്റും ഈ ഉയർന്നു വരുന്ന ചൂട് കൂടിയ വായുവിനെ കൂടുതൽ ഉയരത്തിലോട്ട് ലിഫ്റ്റ് ചെയ്യാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി മഴ കൂടുന്നു. ഇതാണ് ഓറോഗ്രാഫിക് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യക്കകത്തുള്ള വലിയ മഴകൾക്കെല്ലാം കാരണം ഈ ഓറോഗ്രാഫിക് പ്രസിപ്പിറ്റേഷനാണ്. അടുത്ത നാലാമത്തെ ടൈപ്പാണ് പ്രസിപ്പിറ്റേഷൻ ഡ്യൂ ടു ടർബുലൻ്റ് അസെൻറ്റ്. ഇവിടെ സംഭവിക്കുന്നത് വായു വളരെ വലിയ ദൂരം
സമുദ്രത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോഴത്തേക്കും ഇവിടെ എന്തുണ്ടാവും? ഫ്രിക്ഷൻ ഉണ്ടാവും. ഈ ഫ്രിക്ഷൻ മൂലം വായു മുകളിലോട്ട് ഉയരുകയും തണുക്കുകയും ചെയ്യുന്നതിനാണ് പ്രസിപ്പിറ്റേഷൻ ഡ്യൂ ടു ടർബുലൻ്റ് അസെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ആ വെലോസിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവും ഫ്രിക്ഷൻ മൂലം. അങ്ങനെയാണ് ഇത് മുകളിലോട്ട് ഉയരുന്നത്.